ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോന്ത് എന്ന മൂവിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവിയുടെ ഡയറക്ടർ ആളിപ്പോൾ ഒരു ഗ്യാരണ്ടീഡ് ഡയറക്ടറായി മാറിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഇതുവരെ ഇറങ്ങിയ എല്ലാ മൂവിയുടെയും ആൾ വർക്ക് ചെയ്തിരുന്ന എല്ലാ മൂവിയും അടിപൊളിയാണ്. ഈ പുള്ളിക്കാരൻ പോലീസായിരുന്നു, പോലീസിൽ നിന്ന് മാറി ഇപ്പോൾ ഫിലിം വേൾഡിലേക്ക് വന്നേക്കാണ്. അതുകൊണ്ട് പോലീസിൽ നടക്കുന്ന പല പല കാര്യങ്ങളാണ് ആളുടെ മൂവിയിലൂടെ കാണിക്കുന്നത്. ഇതിനേക്കാൾ മുമ്പ് ഫസ്റ്റത്തെ മൂവി എന്ന് പറയുന്നത് ജോസഫിൻ്റെ റൈറ്ററാണ് ആൾ, നായാട്ട്. പിന്നെ അതിനുശേഷം ഇറങ്ങിയതാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിൻ്റെ ഇടയിൽ ആൾ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയുണ്ട് ഇലവിഴ പൂഞ്ചിറ. അതിനുശേഷമാണ് ഈ മൂവി ഇറങ്ങിയത് റോന്ത്. എല്ലാം പോലീസ് റിലേറ്റഡ് ആണ്. നല്ല രസമായിട്ട് തന്നെയാണ് ആൾ സ്റ്റോറി ടെല്ലിങ്. ആളുടെ റോന്തിൻ്റെയും അടിപൊളി സ്റ്റോറി ടെല്ലിങ് തന്നെയാണ്. റോന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു പെട്രോളിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ രാത്രി പെട്രോളിങ്ങിന് പോകുന്ന രണ്ട് ഓഫീസേഴ്സിൻ്റെ കഥയാണ്, ഒറ്റ നൈറ്റ് കഥയാണ്. ആ നൈറ്റിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ് നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിലെ പോലെ തന്നെ. ആക്ഷൻ ഹീറോ ബിജു എന്ന് ശരിക്കും കോമഡി ജേണറിലും ഇടയ്ക്ക് ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. ഇതിൽ കൂടുതലും ഇമോഷണൽ സൈഡാണ്, ഒരു കുറച്ചുകൂടി റിയലിസ്റ്റിക് പോലെ ആണ് എടുത്തേക്കുന്നത്. റോന്തിന് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഓരോ കുഞ്ഞു 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 ഇഷ്യൂസ്, ചിലത് വലിയ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ ആ ഇഷ്യൂസും അവരുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടും, ആ രണ്ട് പോലീസുകാരുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഈ മൂവി മൊത്തത്തിൽ പോകുന്നത്. ഈ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച ദിലീഷ് പോത്തനും റോഷനും ആ ക്യാരക്ടർ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ മൂവി നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഈ മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി 16+ ആണ്. 16+ പറഞ്ഞാൽ ഇതിൽ കുറേ സ്വീറ്റ് സൈഡും അങ്ങനെ പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ദഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ലാതെ. അപ്പോൾ സ്ട്രിക്ട്ലി ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഈ മൂവി. ഒരു മൂവി ബഫാണെങ്കിൽ എന്തായാലും ഈ മൂവി കാണണം. ആ സ്റ്റോറി ടെല്ലിങ് നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ചെറിയ സംഭവത്തെ, ഈ ചെറിയ റോന്ത് എന്ന് പറഞ്ഞ സംഭവത്തിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തതിന് കുറച്ച് ഓവർ കഥകൾ പറയാൻ തുടങ്ങി. ഒറ്റ റോന്തിൽ തന്നെ ഇത്രത്തോളം ആക്ടിവിറ്റീസോ ഇത്രത്തോളം ഇവൻറ്റ്സ് നടക്കുന്നു, അത് മാത്രമേ എനിക്കൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അവർ മാക്സിമം കാര്യങ്ങളിൽ ആഡ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നതാണ്. ഈ മൂവി എടുത്തിരിക്കുന്നത് ഒരു ക്രിസ്മസ് റിലേറ്റഡ് ദിവസമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ലൊക്കേഷനും എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂവി ചിലവർക്ക് ഇത് കാണണ്ടെന്ന് പറയുന്നത് നിങ്ങൾ നായാട്ട് എന്ന മൂവി കണ്ടിട്ടുണ്ടോ? ഈ നായാട്ട് എന്ന മൂവി നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ച പോലെയാണ് ശരിയാണ്. അത്രയ്ക്കൊരു വിങ്ങലായിട്ടാണ് ആ മൂവി അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിങ്ങൽ തരുന്ന ഒരു മൂവിയാണ് ഈ മൂവി റോന്ത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ താങ്ങാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ മൂവി റെക്കമെൻഡ് ചെയ്യില്ല. എന്തായാലും ഒരു മൂവി ക്രിറ്റിക്സ് പറയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മൂവി ആസ് എ ഇഷ്ടമുള്ളവർക്ക്, അതൊരു ആർട്ട് ഫോമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ മൂവി നല്ലൊരു റെക്കമെൻഡഡ് മൂവി തന്നെയാണ്. ഈ മൂവി എന്താണ് ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നന്നായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് 8.5 ഔട്ട് ഓഫ് 10 സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു മൂവിയാണ് റോന്ത്. ഇനിയും ഷാഹി കബീറിൻ്റെ പോലീസ് സ്റ്റോറീസ് ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.